السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ആഹ് എല്ലാവരും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? റംലാനിൽ ഞാൻ എന്നെ പുറത്തേക്ക് എങ്ങനെ കൊണ്ടുപോവാം, അപ്പൊ അതിന് നമ്മൾ കുറച്ച് ടിപ്സ് ഒക്കെ ഷെയർ ചെയ്തു. ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, എന്നാലും അതൊന്നും കൂടെ സ്ട്രോങ് ആക്കി ഒന്ന് സിസ്റ്റമാറ്റിക് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അപ്പം എല്ലാവരും നല്ല ഡിറ്റർമിൻഡ് ആണെന്ന് വിചാരിക്കുന്ന എല്ലാവരും അതിനകത്ത് നല്ല ഉറച്ച വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ, ഇനി വരുന്ന 11 മാസം ഇതുവരെയുള്ള നമ്മളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഒരു വേർഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അള്ളാഹു ഹെൽപ്പ് ചെയ്യട്ടെ. ഇനി അടുത്ത റമളാനിന് ശേഷം അതിനേക്കാളും ബെറ്റർ വേർഷൻ ആവാനുള്ള തൗഫീക്കും റബ്ബ് തരട്ടെ. വീണ്ടും 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 നമ്മൾ പഴയ ഒരു സൈക്കിളിൽ പെട്ടുപോയി എവിടെ എത്താത്ത ഒരവസ്ഥയിലാവുന്നതിനെ തൊട്ട് റബ്ബ് കാത്ത് രക്ഷിക്കുമാറാട്ടെ. ആമീൻ. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കൈയും കൊടുക്കാം, ദ്വായും ചെയ്യാം അല്ലെ? അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി ഓടി അടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇന്ന് വേറൊരു ഇഷ്യൂ. ഓക്കെ, പൊതുവെ എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള കാര്യമാണ്, പലരും സഫർ ചെയ്യുന്ന ഒരു പ്രശ്നമാണ്. എന്താന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ക്ലാരിറ്റി, അതായത് ഒരു ക്ലാരിറ്റി കുറവ്. അതായത് ഒരുപാട് കാര്യങ്ങളിൽ, പല കാര്യത്തിലും ക്ലാരിറ്റി കുറവ്. ചിന്തകളിൽ, പ്ലാൻ ചെയ്ത ആക്ഷൻ എന്തൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ച കാര്യങ്ങളിൽ, അല്ലെങ്കിൽ പഠിച്ചു വെച്ച അറിവുകളുടെ കാര്യത്തിൽ, അല്ലെങ്കിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യാനുള്ള ചലഞ്ചസ്, പ്രോബ്ലംസ്, അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. നമ്മളെല്ലാവരും എന്താന്ന് വെച്ചാൽ ഒരു ഫ്ലോയിന്റെ കൂടെ അങ്ങനെ അതിനെ ഫോളോ ചെയ്ത് അങ്ങനെ പോവാണ്. പ്രത്യേകിച്ച് റിലീജിയസ് കാര്യങ്ങൾ, ദീനീപരമായ കാര്യങ്ങൾ വരുമ്പം, പ്രത്യേകിച്ച് ഇന്നത്തെ സമൂഹത്തിൽ സുബ്ഹാനല്ലാഹ് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ നമ്മൾ ശരിക്കും ബ്ലെസ്ഡ് ആണ്. അത്രക്ക് എൽമിന്റെ എന്താ പറയാ, ബോംബ് സ്ഫോടനം തന്നെയാണ് നമ്മളുടെ ചുറ്റുപാടും നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ? ഭയങ്കര ബൊമ്പാർഡഡ് വിത്ത് നോളജ് എന്ന് പറയാം. അത്ര ക്ലാസ്സസ് ആണ് ഓരോ ദിവസവും അല്ലെ? സത്യം പറയണേ നമുക്ക് ഏത് ഫോളോ ചെയ്യണം, ഏത് ഫോളോ ചെയ്യേണ്ട, ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യണം, ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യണ്ട നമുക്ക് അറിയൂല. എപ്പോഴെങ്കിലും ഒന്ന് വാട്സപ്പ് ജസ്റ്റ് നോക്കി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഇട്ട ഒരു ലിങ്ക് ഉണ്ടാവും അല്ലെ? നമുക്കറിയാം, ഇപ്പൊ ഞാൻ തൊട്ട് മുമ്പേ കേട്ട ക്ലാസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, അതിന്റെ കൂടെ ഇതും കൂടെ കേട്ട് കഴിഞ്ഞാൽ എന്റെ തലയിൽ ഇത് പ്രോസസ്സ് ചെയ്യാൻ പറ്റൂല എന്ന് നമുക്കറിയാം. എന്നാൽ പോലും നമ്മുടെ ഉള്ളിൽ അപ്പൊ ഒരു കുറ്റബോധം വരാനുണ്ട് അല്ലെ? ഇതും കൂടെ കേട്ടേക്കാം, ഇനി ഇത് മിസ്സായതിന്റെ പേരിൽ അല്ലെ? അപ്പൊ നമ്മൾ അതും കൂടെ കേൾക്കും. അങ്ങനെ ആ ഒരു പുതിയ ഇൻഫർമേഷനും കൂടെ നമ്മളെ തലയിൽ കയറും. അതിന്റെ കൂടെ ചിലപ്പം നമുക്ക് ഓൾറെഡി അറിയാവുന്ന കുറെ, ആ ഒരു ക്ലാസ്സിനകത്ത് നമ്മൾ അറിയാവുന്ന, നമ്മൾ മറന്നുപോയ പല ഓർമ്മപ്പെടുത്തലുകളും ഉണ്ടാവും. അപ്പൊ ചിലപ്പോൾ നമ്മൾക്ക് ഉള്ളിൽ നിന്ന് കുറെ കുറ്റബോധങ്ങൾ ഉണ്ടാവും അല്ലെ? സുബ്ഹാനല്ലാഹ്, എനിക്ക് അങ്ങനെ ചെയ്യാമായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നാൾ ചെയ്തത് ഞാൻ മറന്നുപോയല്ലോ, ഇനിയിപ്പോ ഈ ക്ലാസ് കേട്ട വകയിൽ ഇനി ഇത് ചെയ്തു തുടങ്ങണം അല്ലെ? അങ്ങനെയുള്ള ചിന്തകൾ. അപ്പം അടുത്ത ക്ലാസ് അങ്ങനെ അങ്ങനെ പുതിയ പുതിയ ക്ലാസ് വരുമ്പോൾ ചിലപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ ക്ലാസ്സിൽ കേട്ടത് എന്താന്ന് മറന്നു, പ്ലാൻ ചെയ്ത ആക്ഷൻസ് എന്താന്ന് മറന്നു. ഇതിന്റെ മെയിൻ പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ എല്ലാത്തിലും ചെന്ന് തലയിടുന്നതിന്റെ, അല്ലെങ്കിൽ എല്ലാം ക്ലിക്ക് ചെയ്ത് എല്ലാം കേൾക്കാൻ ശ്രമിക്കുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്താ വെച്ചാൽ നമ്മളുടെ കുറ്റബോധമാണ്. കാരണം നമ്മളെല്ലാവരും വളരെ ലേറ്റ് ആയിട്ടല്ലേ സ്റ്റാർട്ട് ചെയ്തത് റബ്ബേ, ഇപ്പോഴല്ലേ നിന്റെ ദീൻ മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പൊ ഇനി നമുക്ക് ഡിലേ ആക്കാൻ എന്താണ് ചാൻസ് ഇല്ല, അല്ലെങ്കിൽ മരണം പെട്ടെന്ന് വന്നു കഴിഞ്ഞാലോ, അങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമ്മളിങ്ങനെ എല്ലാത്തിലും ചെന്നിട്ട് എന്താ പറയാ, എല്ലാം പോയി ക്ലിക്ക് ചെയ്ത് എല്ലാം കേൾക്കാൻ ശ്രമിക്കുന്നത് അല്ലെ? സുബ്ഹാനല്ലാഹ്. പക്ഷെ നമ്മൾ ഇതിന്റെ കൂടെ മറന്നു പോകുന്ന ഒരു റിയാലിറ്റി ഉണ്ട്. നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്ക് ഇതെല്ലാം ഒറ്റയടിക്ക് എടുക്കാൻ പറ്റൂല. ഒരു ദിവസം 5 ക്ലാസ് എന്നൊക്കെ പറയുന്നത് സാധാരണ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഹെവിയാണ്. അത് പഠിക്കാനുള്ള ക്ലാസ് ആണെങ്കിൽ, സയൻസോ മാത്സോ ആണെങ്കിൽ 5 6 ക്ലാസ് എടുത്തു കഴിഞ്ഞാലും ഒരു കുഴപ്പമില്ലാന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ നമ്മൾ ഈ കേൾക്കുന്ന ഓരോ ക്ലാസ്സിന്റെയും പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അതിന്റെ കൂടെ ഒരു പ്രാക്ടിക്കാലിറ്റി വരും. നമ്മൾ കേൾക്കുന്നതൊക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ളതാ. അപ്പൊ ഒരു ദിവസം 5 ക്ലാസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, അത് ഭയങ്കര ഹെവിയാണ്. ഓക്കെ, അപ്പം നമ്മൾ മനുഷ്യന്മാരാണ്, നമുക്കിത് എടുക്കാൻ പറ്റൂല എന്നുള്ള ആ ഒരു റിയാലിറ്റി പലപ്പോഴും നമ്മൾ മറന്നു പോകും. സുബ്ഹാനല്ലാഹ്. ഇതിന്റെ കൂടെ നമ്മൾ മറന്നു പോകുന്ന വേറൊരു കാര്യം കൂടെയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല ഇതെല്ലാം കൂടെ ഒറ്റയടിക്കല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയാക്കി കൊടുത്തത് അല്ലെ? സഹാബാക്കൾക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഇതാ നിങ്ങൾ ഇതൊക്കെ ചെയ്യുന്നു പറഞ്ഞ് കൊടുത്തതല്ല. അള്ളാഹ് അതിൻ്റെതായ സമയം എടുത്തിട്ട് കൊടുത്തതാണ് അല്ലെ? അപ്പം ഈ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി, നമുക്കൊന്നും ക്ലിയർ അല്ല. നമ്മൾ ഇങ്ങനെ പോവാ, ഒരു ഫ്ലോന്റെ കൂടെ അങ്ങനെ പോവാ. നമുക്കൊരു എന്താ ഒരുക്കി വെച്ച, അല്ലെങ്കിൽ വരച്ചു വെച്ച ഒരു റൂട്ടില്ല.
അതുകൊണ്ട് തന്നെ നമുക്ക് ശരിക്കുമുള്ള ഒരു ഇമ്പ്രൂവ്മെന്റ് ഒന്നും വരുത്താൻ പറ്റാതെ ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയിട്ട്, പ്ലസ് അതിന്റെ കൂടെ കുറേ കുറ്റബോധങ്ങളും മാത്രമായിട്ട്, കാരണം ഓരോ ക്ലാസ് കേൾക്കുമ്പോൾ നമുക്ക് കുറ്റബോധങ്ങൾ കൂടുക, കൺഫ്യൂഷൻസ് കൂടുക എന്നല്ലാണ്ട് വളരെ കുറച്ചേ നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് എന്നുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെ. ശരിക്കും നമ്മൾ ഇതിനെ അഡ്രസ് ചെയ്യണം. എനിക്കറിയില്ല ഇത് എത്ര ആൾക്കാർക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടെന്ന്. അറ്റ്ലീസ്റ്റ് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഇത് ഹെൽപ്പ് ആവും എന്ന് വിചാരിച്ചിട്ട്. അല്ലാത്തവർക്ക് മാഷാ അല്ലാഹ് വളരെ നല്ല കാര്യം. പക്ഷെ കുറച്ച് ആൾക്കെങ്കിലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് ഹെൽപ്പ് ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറയണം. ഓക്കെ, അപ്പം ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം, ലാക്ക് ഓഫ് ക്ലാരിറ്റി, എന്ത് ചെയ്യണം എന്നുള്ള, അല്ലെങ്കിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ എന്താണ് അതിനുള്ള ഒരു പരിഹാരം? എൻ്റെ ഭാഗത്തുനിന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഒരു നിമിഷത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുക. വി നീഡ് ടു സ്റ്റോപ്പ്. ഈ സ്റ്റോപ്പ് ഇടയ്ക്കിടയ്ക്ക് വേണം നമുക്ക്. നമ്മൾ സ്വന്തമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ആ ഫ്ലോനെ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുക. ലോകത്തിന്റെ കൂടെ ഒഴുകുന്നതിൽ നിന്ന് നമ്മളൊന്ന് സ്റ്റോപ്പ് ചെയ്യുക. എല്ലാവരും പോണതിന്റെ കൂടെ പോകുന്നതിൽ നിന്ന് സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ ചിന്തകൾ ഒഴുകി പോകുന്നതിനെ പിടിച്ചു വെക്കുക. കുറച്ച് നേരത്തെങ്കിലും ഒറ്റക്കാവുക. എങ്ങനെ? ഇതിപ്പോ ഇങ്ങനെ സ്റ്റോപ്പ് എന്നൊക്കെ പറയുമ്പോൾ കേൾക്കുമ്പോൾ നല്ല രസമുണ്ട്. പക്ഷെ ഇത് എങ്ങനെ എന്ന് നോക്കുമ്പോൾ നമ്മൾ അത് പ്രാക്ടിക്കലി അല്ലെ ഒരു എക്സാമ്പിൾ വെച്ച് തന്നെ പറയണം. അപ്പം ഇതിനൊരു സ്റ്റാർട്ടിങ് സ്റ്റെപ്പ്, ഇത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മുടെ ഈ ഒരു ലാക്ക് ഓഫ് ക്ലാരിറ്റി കാരണം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു റിയൽ പ്രോബ്ലം തന്നെ എടുക്കാം. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു റിയൽ പ്രോബ്ലം ഉണ്ട്. അത് നമ്മളുടെ ദ്വാകളുടെ കാര്യത്തിലാണ്. സത്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു റെഗുലർ സെറ്റ് ദ്വാ ഉണ്ടാവും. അതിനകത്ത് ഹംദും ഇസ്തിഗ്ഫാറും, നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടും മക്കൾക്ക് വേണ്ടിയും ആരോഗ്യത്തിന് വേണ്ടിയിട്ടും ശിക്ഷയിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടും സ്വർഗവും നരകവും ഒക്കെ ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ദ്വാ എല്ലാവർക്കും ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ നമ്മൾ എല്ലാ ഫർദ് നിസ്കാരത്തിന് ശേഷം അത് ദ്വാ ചെയ്യുന്നുണ്ടാവും, അങ്ങനെയുള്ളത്. പക്ഷെ ഇതിന്റെ മുകളിലേക്ക് നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. കാരണം ഡെയിലി നമ്മൾ കാണുന്ന സ്റ്റാറ്റസുകളിലൊക്കെ പുതിയ പുതിയ ദ്വാകളാ. ഡെയിലി നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകളിൽ നിന്നൊക്കെ പുതിയ ദ്വാ കിട്ടാണ്. ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വേറെ കുറെ ദ്വാകൾ, ചിലപ്പോൾ ക്ലാസ്സുകളിൽ തന്നെ ദ്വാ മാത്രമായിട്ട് പഠിപ്പിക്കുന്നത് വേറെ. സുബ്ഹാനല്ലാഹ്, എണ്ണ ഇല്ല അല്ലെ. നമുക്കാണെങ്കിലും ഈ നേരത്തെ പറഞ്ഞ പോലെ അതിനകത്ത് ഒന്നുപോലും മിസ്സാക്കാന്ന് പറയുന്നത് വല്ലാത്തൊരു ബേജാറുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ നോക്കിയാൽ നമ്മുടെ ദുആക്ക് പോലും ഒരു ഡയറക്ഷൻ ഇല്ലാണ്ട് ഇങ്ങനെ തോന്നിയ പോലെ പോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു ഒഴുക്കില് നമ്മൾ ശരിക്കും സത്യം പറയുകയാണെങ്കിൽ നമ്മളുടെ റബ്ബിന്റെ അടുത്ത് എന്താണ് എൻ്റെ മനസ്സിൽ ഇപ്പമുള്ള പ്രശ്നം എന്ന് റബ്ബിനോട് തുറന്ന് പറയേണ്ട ആ ഒരു കാര്യം പോലും നമുക്ക് പലപ്പോഴും വിട്ടുപോകും. നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾ, നമ്മുടെ ഹസ്ബൻഡ് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മൂപ്പരടുത്ത് സംസാരിക്കുന്നതിന്റെ കൂടെ, കണ്ടോ മോന് പരീക്ഷയ്ക്ക് മാർക്ക് കുറവ്, അല്ലെങ്കിൽ മറ്റൊരു ഇതിന്റെ കുറിന്റെ പൈസ ചോദിച്ചിട്ടുണ്ട്, കറണ്ടിന്റെ ബില്ല് അടയ്ക്കണം, അതൊക്കെ നമ്മൾ പറയും അല്ലേ. കാരണം നമ്മൾക്ക് പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്. ഇപ്പൊ മൂപ്പരോട് ഇതൊക്കെയാണ് പറയേണ്ടത് അല്ലേ. അതൊക്കെ നമ്മൾ അന്ന് പറയേണ്ട കാര്യങ്ങളൊക്കെ മൂപ്പരോട് പറയും. പക്ഷെ അള്ളാന്റെ മുമ്പ് ചെല്ലുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബോംബ് ചെയ്ത് വെച്ചത് കൊണ്ട് അപ്പല്ല നമ്മളെ പ്രശ്നം നമ്മൾ പലപ്പോഴും പറയൂല. നമ്മൾ ആകെ കൂടെ ഡൈവേർട്ടഡ് ആയിരിക്കും. ഈ ഒരു കാരണം കൊണ്ട് നമ്മളൊക്കെ അള്ളാഹുവായിട്ടുള്ള ആ ഒരു ഇൻഫോർമൽ കണക്ഷൻ, ആ ഒരു ക്ലോസ്നെസ്, ഇപ്പൊ നമ്മൾ ഹസ്ബൻഡിന്റെ കാര്യത്ത് പറഞ്ഞ പോലെ, ഹസ്ബൻഡിന്റെ അടുത്ത് നമ്മൾ സ്നേഹത്തോടു കൂടി ഒരുപാട് കാര്യം പറയും, അപ്പം പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ പറയും അല്ലേ. പക്ഷെ ഹസ്ബൻഡിന് പകരം ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ആൾ, അല്ലെങ്കിൽ അമ്മായിന്റെ മോനോ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് റിലേറ്റീവ് ഒക്കെ വന്നാണെങ്കിൽ ഓരോട് നമ്മൾ ഇതൊന്നും പറയില്ല അല്ലെ. നമ്മൾ അപ്പോഴത്തെ കുറച്ച് ഫോർമൽ ആയിട്ടുള്ള കാര്യങ്ങൾ, മോള് കോളേജിൽ പോയി, അല്ലെങ്കിൽ ഒക്കെ നല്ല മാർക്ക് ഉണ്ട്, അങ്ങനത്തെ കുറച്ച് ഫോർമൽ കാര്യങ്ങൾ മാത്രമേ പറയുള്ളൂ. പക്ഷെ ഹസ്ബൻഡിന്റെ അടുത്ത് ആകുമ്പോൾ നമുക്ക് ആ ഒരു ഇൻഫോർമൽ കണക്ഷൻ ഉണ്ടാവും അല്ലെ, നമ്മളെ സ്വന്തമാണെന്നുള്ള. പക്ഷെ റബ്ബിന്റെ അടുത്ത് ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ വരുന്നോണ്ട് നമുക്ക് ആ ഒരു ഇൻഫോർമൽ കണക്ഷന് മിസ്സായിട്ട് നമ്മളൊരു റോബോട്ട് പോലെയാണ് റബ്ബിന്റെ അടുത്ത് ദ്വായം കൊണ്ട് ചെല്ലുന്നത്. ശരിയാണ്, നമ്മളെ ഭയങ്കര അസ്ഥിക്ക് പിടിച്ച പ്രോബ്ലംസ് ഒക്കെ റബ്ബിന്റെ അടുത്ത് നമ്മൾ പറയണ്ട. അപ്പൊ നമ്മൾ ഓരോരുത്തർക്കും ഓരോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഒരു മാസമൊക്കെ എടുക്കുമ്പോൾ അവർ അത്രയ്ക്ക് പിടിച്ചു കൊൽക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുമായിട്ട് ചിലപ്പോൾ നമ്മൾ പോകുന്നുണ്ടാവും, അതിനേക്കാളും കൂടുതലും കുറച്ച് പറയുന്നുണ്ടാവും. പക്ഷെ എല്ലാം അപ്പോഴത്തെ നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് റബ്ബിന്റെ അടുത്ത് പറയാൻ പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. സുബ്ഹാനല്ലാഹ്. ഞാൻ ചിലത് സജസ്റ്റ് ചെയ്യാം, ഒരു 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 ട്രിക്ക്. ഓക്കെ, ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള പോലെ ഒരു പീരിയോഡിക് ബ്രേക്ക് എടുക്കുക എല്ലാവരും. ഓക്കെ, അതായത് ഒരു ദിവസം ഒരു 5 or 6 അലാറം വെക്കുക. അത് ഇങ്ങനെ എത്ര സമയത്ത് അറിഞ്ഞുകൊണ്ട് വെക്കരുത്. 4 മണിക്കൊന്ന്, 6 മണിക്കൊന്ന്, അങ്ങനെയല്ല. റാൻഡം അലാറം വെക്കാനുള്ള ആപ്പുകളുണ്ട്, ഏതെങ്കിലും സമയത്ത് അടിക്കുന്ന. ഓക്കെ, ഇനി അങ്ങനെ റാൻഡം അലാറം പറ്റൂല എന്നുണ്ടെങ്കിൽ മക്കളെ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിക്കുക.
നീ എൻ്റെ അടുത്ത് ഒരു കോഡ് വേർഡ് പറയണം. നിനക്ക് എപ്പോഴെങ്കിലും തോന്നുമ്പോൾ ഒരു ദിവസം 5-6 പ്രാവശ്യം വന്നിട്ട് ഒരു കോഡ് വേർഡ് എൻ്റെ അടുത്ത് പറയണം. എന്തെങ്കിലും ഒന്ന്. ഉമ്മ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ പറഞ്ഞിരുന്നില്ലേ, അങ്ങനെ പറഞ്ഞാൽ മതി. ഇതിപ്പം സ്റ്റാർട്ടിങ്ങിൽ ഒരു ദിവസം 5-6 പ്രാവശ്യം മതി. ആ സമയത്ത് ആ അലാറം അടിക്കുമ്പോൾ അല്ലെങ്കിൽ ആ മക്കൾ വന്ന് അത് പറയുമ്പം നമ്മൾ അപ്പം എന്താണോ ചെയ്യുന്നത് അത് നിർത്തിവെക്കാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ സുബ്ഹാനല്ലാഹ് നിർത്തിവെക്കാം. നമ്മളെ ചിന്തകൾ ഒരു നിമിഷത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക, എന്താണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്, എന്താ ഇപ്പം എൻ്റെ മനസ്സ്. കാരണം എപ്പോഴും നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിൽ ചിന്തകൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലേ. എന്താണ് ഇപ്പം എൻ്റെ മനസ്സിൽ കൂടെ പോയത്, അത് നമ്മളെ വിഷമിപ്പിക്കുന്ന എന്തെങ്കിലും ആണെങ്കിൽ അപ്പൊ തന്നെ അള്ളാഹിനോട് സഹായം ചോദിക്കുക. അത് നമ്മളെ സന്തോഷിപ്പിക്കുന്ന എന്തെങ്കിലും ചിന്തയാണ് അപ്പം പോയതെങ്കിൽ അപ്പൊ തന്നെ അള്ളാഹ്ക്ക് ഹംദ് പറയാ. ഇതൊക്കെ നമുക്ക് അറിയെങ്കിലും നമുക്ക് ഇതൊന്നും അങ്ങനെ എപ്പോഴും ചെയ്യാൻ പറ്റാറില്ല. അതുപോലെ നമുക്ക് എന്തെങ്കിലും കുറ്റബോധമുള്ള എന്തെങ്കിലും ചിന്തയാണ് പോയതെങ്കിൽ അപ്പൊ തന്നെ ഇസ്തിഗ്ഫാർ ചെയ്യാം. അങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് റിഫ്ലക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പഠിക്കുക. നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ ഇതുപോലത്തെ ഒരു ബ്രേക്ക് എടുത്ത് പഠിക്കുക. ഒരു ദിവസം സ്റ്റാർട്ടിങ്ങിൽ ഒരു 4-5 പ്രാവശ്യം, പിന്നെ അത് മെല്ലെ മെല്ലെ. ഓക്കെ, അങ്ങനെ കുറേ സ്റ്റോപ്പുകൾ ചിന്തിക്കാൻ വേണ്ടി റീഅലൈൻ ചെയ്യാം. നമ്മളെ തന്നെ ഒന്നും കൂടെ കുലുക്കി ലെവലാക്കാൻ വേണ്ടിയിട്ട്, ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളോട് തന്നെ ചോദിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പം എനിക്ക് എൻ്റെ റബ്ബിൻ്റെ അടുത്തേക്ക് എടുക്കാൻ എൻ്റെ മനസ്സിൽ എന്തൊക്കെയാണുള്ളത്, റബ്ബിൻ്റെ മുമ്പ് കൊണ്ടുപോയി പണയം വെക്കാൻ അല്ലെങ്കിൽ റബ്ബിൻ്റെ മുമ്പിൽ സമക്ഷം വെച്ചിട്ട് ചോദിക്കാൻ ഇപ്പം എൻ്റെ മനസ്സിൽ എന്താ ഉള്ളത് എന്ന് നമ്മൾ തന്നെ നമ്മളെ അറിയുന്ന ഒരു രീതി. ഓക്കെ, അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. ചിലപ്പോൾ നമ്മൾ അപ്പം ചിന്തിക്കുന്നത്, അല്ലാ കൂട്ടാനിൽ ഉപ്പ് കൂടിപ്പോയാലും ഇനിയിപ്പോൾ മൂപ്പര് വന്നാൽ എന്താ ചെയ്യുക, അല്ലെങ്കിൽ മോളെ പുതിയ ചുരിദാർ വാഷിംഗ് മെഷീനിൽ ഒന്നിച്ചിട്ടിട്ട് പച്ചന്റെ കൂടെ മഞ്ഞ കയറിപ്പോയല്ലോ, അതൊക്കെ ആയിരിക്കാം. ഓക്കെ, അങ്ങനെ അള്ളാഹുവായിട്ട് ഒരു പേഴ്സണൽ ലെവലിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, റോബോട്ടിക് അല്ലാതെ. നമ്മൾ പഠിച്ചു വെച്ച ദുആകൾ മാത്രമല്ല, അതും വന്നോട്ടെ, പഠിച്ചു വെച്ച ദുആകളൊക്കെ നമുക്ക് പറയാം. അതൊക്കെ അതിൻ്റെ അത്രയും ഹെവി വേറെ നമ്മൾ പറയുന്ന ദുആ എന്തായാലും ആവൂല. പക്ഷെ നമ്മളും അള്ളാഹുമായിട്ടുള്ള ആ ഒരു പേഴ്സണൽ കണക്ഷൻ ഉണ്ടല്ലോ, അത് മിസ്സാവും. ഓക്കെ, നമ്മളെപ്പോഴും ഭയങ്കര വിഷമമുള്ള കാര്യങ്ങൾ മാത്രമായിട്ടല്ല റബ്ബിന്റെ അടുത്ത് പോകേണ്ടത്. നമ്മൾ മനസ്സിൽ കൂടെ പോകുന്ന എല്ലാ ചിന്തകളും എല്ലാ സന്തോഷങ്ങളും, നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ഒരാളെ, നമുക്ക് ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരാളെ അടുത്ത് നമ്മൾ കാര്യങ്ങൾ എങ്ങനെ ഷെയർ ചെയ്യോ അതുപോലെ റബ്ബിന്റെ അടുത്ത് സംസാരിച്ച് പഠിക്കുക. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു ക്ലോസസ്റ്റ് ഫ്രണ്ടിനെ പോലെ, നമ്മളുടെ ഭർത്താവിനെ പോലെ, നമ്മളുടെ ഇണകളെ പോലെ. ഇബ്ലീസ് എന്തായാലും എവിടെയും ഇടങ്ങേറുണ്ടാക്കൂട്ടോ, പക്ഷെ ഈ മാസം ഇതിന് ഏറ്റവും ബെസ്റ്റാ. മൂപ്പർക്ക് വല്ലാണ്ട് അങ്ങോട്ട് പറ്റൂല. അപ്പം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് സ്ലോലി നമ്മളെ ഈ ഒരു ക്ലാരിറ്റി പ്രോബ്ലം അഡ്രസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا عن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.